നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ നേരിട്ട ദുരിത ജീവിതം താണ്ടി ജിനു എത്തിയത് ചലനമറ്റ മകന്റെ അടുത്ത്. അലറിക്കരഞ്ഞ അമ്മയെ ആശ്വസിപ്പിക്കാനാകാതെ ചുറ്റുമുള്ളവർ നിശബ്ദരായി. മകന്റെ വിയോഗ വാർത്ത അറിഞ്ഞ അമ്മ വിങ്ങിപ്പൊട്ടുന്ന കാഴ്ച സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. കുവൈറ്റിൽ തൊഴിൽ തട്ടിപ്പിനിരയായി ജയിലിലായ ജിനു ഇന്നലെ ഉച്ചയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങുകയായിരുന്നു. കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഇടുക്കി അണക്കരയിലെ തന്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ തന്നെ കാത്തിരുന്നത് മറ്റൊരു ദുരന്ത വാർത്തയാണ്. ഒരാഴ്ച മുൻപ് മകൻ ഷാനറ്റ് ബൈക്ക് അപകടത്തിൽ മരിച്ചു എന്ന വാർത്ത അറിഞ്ഞ് ആ അമ്മ തകർന്നു പോയി. മകന്റെ വിയോഗ വാർത്ത താങ്ങാനാകാതെ ജിനു നെഞ്ചുപൊട്ടി കരയുകയായിരുന്നു. കണ്ടു നിന്നവർക്കും അത് താങ്ങാനാകാത്ത കാഴ്ചയായിരുന്നു. കുവൈറ്റിലെ ഒരു വീട്ടിൽ ജോലിക്ക് പോയതായിരുന്നു ജിനു. 2.5 മാസം മുമ്പായിരുന്നു കുവൈറ്റിലെത്തിയത്. ജോലി ഭാരവും ആരോഗ്യ പ്രശ്നങ്ങളും കാരണം അവിടെ തുടരാൻ പറ്റാത്ത അവസ്ഥയിലായി. മാത്രമല്ല അവിടെ തനിക്ക് വാഗ്ദാനം ചെയ്ത ശമ്പളവും ജിനുവിന് കിട്ടിയില്ല. ഏജൻസിയെ അറിയിച്ചപ്പോൾ ജീവനക്കാരെത്തി മറ്റൊരു സ്ഥലത്ത് തടവിലാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കുവൈറ്റ് മലയാളി അസോസിയേഷൻ ഭാരവാഹികളുടെ സഹായത്തോടെ ഏജൻസിയുടെ തടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ട് ജിനു ഇന്ത്യൻ എംബസിയിലെത്തി. കോടതി നടപടികൾക്ക് ശേഷവും ജിനു തടങ്കലിലായിരുന്നു. ജൂൺ 17-നാണ് ജിനുവിന്റെ മകൻ അപകടത്തിൽ മരിക്കുന്നത്. മകൻ ഷാനറ്റും സുഹൃത്ത് അലനും ബൈക്ക് അപകടത്തിൽ മരിച്ചു. 2 ദിവസത്തിനകം അലന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നു. എന്നാൽ ജിനു എത്താത്തതിനാൽ ഷാനറ്റിന്റെ സംസ്കാരം വൈകി. ജിനുവിന് താൽക്കാലിക പാസ്പോർട്ട് കിട്ടിയിരുന്നു. പക്ഷേ ഇറാൻ ഇസ്രായേൽ സംഘർഷവും കോവിഡ് പ്രതിസന്ധിയും കാരണം നാട്ടിലേക്കുള്ള യാത്ര വൈകി. അതിനാൽ ഷാനറ്റിന്റെ സംസ്കാരവും വൈകി. തിങ്കളാഴ്ച നാട്ടിലെത്താനായത് വിവിധ രാഷ്ട്രീയ നേതാക്കൾ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ്. ഷാനറ്റിന്റെ അച്ഛൻ വെള്ളറയിൽ ഷൈജുവും അലന്റെ അച്ഛൻ ഷിബുവും എല്ലാവർക്കും ഒരു നൊമ്പര കാഴ്ചയായി മാറി. ഷാനറ്റിന്റെ മൃതദേഹം കട്ടപ്പനയിലെ ആശുപത്രിയിലായിരുന്നു. ഇന്ന് വീട്ടിലെത്തിക്കും. സംസ്കാരം 4-ന് ഒലുവുമല സെയിന്റ് ജോൺസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടക്കും. ജിനു കുവൈറ്റിൽ ജോലിക്ക് പോയപ്പോൾ പറഞ്ഞിരുന്ന ജോലിക്ക് പകരം കഠിനമായ മറ്റു ജോലികളാണ് ചെയ്യേണ്ടി വന്നത്. ഒരു കുടുംബത്തിലെ കുട്ടിയെ നോക്കാനായി പത്തനംതിട്ടയിലുള്ള ഒരു ഏജൻസി വഴിയാണ് ജിനു കുവൈറ്റിൽ എത്തിയത്. ജോലി ഭാരവും ആരോഗ്യ പ്രശ്നങ്ങളും കാരണം തനിക്ക് ജോലിയിൽ തുടരാൻ പറ്റാത്ത സ്ഥിതിയാണെന്ന് ജിനു ഏജൻസിയെ അറിയിച്ചു. അപ്പോൾ ജീവനക്കാരെത്തി മറ്റൊരു സ്ഥലത്ത് തടവിലാക്കുകയായിരുന്നു. പിന്നീട് കുവൈറ്റ് മലയാളി അസോസിയേഷൻ ഭാരവാഹികളുടെ സഹായത്തോടെ ഏജൻസിയുടെ തടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യൻ എംബസിയിലെത്തി. കോടതി നടപടികൾക്ക് ശേഷം തടങ്കലിലായി. മലയാളി അസോസിയേഷന് യാക്കോബായ സഭാ നേതൃത്വവും എംപിമാരായ ഡീൻ കുര്യാക്കോ, സുരേഷ് ഗോപി, ആന്റണി എന്നിവരും ജിനുവിനെ നാട്ടിൽ എത്തിക്കാൻ ഇടപെടലുകൾ നടത്തിയിരുന്നു. വെള്ളിയും ശനിയും കുവൈറ്റിൽ അവധി ദിനങ്ങളായതിനാൽ അന്ന് ഒരു ഇടപെടലും സാധ്യമായിരുന്നില്ല. ജോലിക്കായി അനധികൃത ഏജന്റ് മുഖേന 20-ാം നമ്പർ വിസയിലായിരുന്നു വന്നത്. എന്നാൽ കുട്ടിയെ പരിചരിക്കാനെന്ന് പറഞ്ഞു കൊണ്ടുപോയ വീട്ടിൽ അടുക്കള പണി അടക്കം ചെയ്യേണ്ടി വന്നു. മാത്രമല്ല പ്രതിമാസ ശമ്പളം 40,000 രൂപ എന്നായിരുന്നു വാഗ്ദാനമെങ്കിലും 20,000 രൂപ മാത്രമാണ് നൽകിയതെന്നും ജിനു പരാതിപ്പെട്ടിരുന്നു. ഒടുവിൽ ജോലി ദുഷ്കരമായി തീർന്നപ്പോൾ ഇവർ നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞെങ്കിലും ഏജന്റ് സമ്മതിച്ചില്ല. തുടർന്ന് വീട്ടുജോലിക്കാരിയുടെ വിസയിലേക്ക് മാറ്റാനും സാധിച്ചില്ല. കൂടാതെ പാസ്പോർട്ട് ഏജന്റ് പിടിച്ചു വയ്ക്കുകയും ചെയ്തു. പിന്നീട് ജിനുവിനെ മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്ക് നിർത്തി. അവിടെയും ജോലി കഠിനമായതിനാൽ സാമൂഹിക പ്രവർത്തകരുടെ സഹായത്തോടെ ജോലി സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട് കുവൈറ്റ് ഇന്ത്യൻ എംബസി ഷെൽട്ടറിൽ അഭയം തേടുകയായിരുന്നു. അപ്പോഴേക്കും വിസ കാലാവധി കഴിഞ്ഞ് പിഴ ചുമത്തപ്പെട്ടിരുന്നു. എന്നാൽ നിയമ നടപടികൾ പൂർത്തിയാക്കാൻ എംബസി അധികൃതർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അണക്കര ചെല്ലാർ കോവിലിനടുത്ത് അമിത വേഗത്തിലെത്തിയ ജീപ്പുമായി കൂട്ടിയിടിച്ച് മകൻ ഷാനറ്റ്, ബൈജുവും കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് അലനും മരിച്ചത്. മകനെ അവസാനമായി കാണണമെന്ന് ജിനു ആഗ്രഹം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് അയക്കാൻ എംബസി ശ്രമിച്ചുകൊണ്ടിരുന്നു. മിനിഞ്ഞാന്ന് രാത്രിയാണ് കൊച്ചിയിലേക്ക് യാത്രയായത്. രാവിലെ 11:15 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി. എന്തായാലും അതിവേദനയോടെയാണ് ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് ആ കുടുംബം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മകന്റെ വിയോഗം അവരെ തളർത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് കുവൈറ്റിൽ അവർ നേരിട്ട ചതി, അതുമാത്രമല്ല ഒരു ജീവിതം കരപിടിപ്പിക്കണം അല്ലെങ്കിൽ പച്ചപിടിപ്പിക്കണമെന്ന ആഗ്രഹത്തോടെ അന്യനാട്ടിലേക്ക് ചേക്കേറുന്നു. അവിടെ നിന്ന് ദുരനുഭവം നേരിടുന്നു. അതിനുശേഷം രക്ഷപ്പെട്ടു എന്ന് കരുതി നാട്ടിലേക്ക് വരുമ്പോൾ അവിടെ തന്നെ കാത്തിരുന്നത് മറ്റൊരു വാർത്തയാണ്. തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യം ആ അമ്മ അതിജീവിക്കട്ടെ എന്നാണ് ഓരോ മലയാളികളും ആഗ്രഹിക്കുന്നത്. ഇത് അതിജീവിക്കാനുള്ള കരുത്ത് അവർക്ക് ഉണ്ടാകട്ടെ, അവർക്കും അവരുടെ കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്നാണ് ഓരോ മലയാളികളും ആഗ്രഹിക്കുന്നത്. അതേസമയം അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ മൃതദേഹം ജന്മനാട്ടിലെത്തിച്ചു. രാവിലെ 7 മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മൃതദേഹം എത്തിച്ചിരുന്നു. മൃതദേഹം കേരള സർക്കാരിന് വേണ്ടി മന്ത്രി വി ശിവൻകുട്ടിയാണ് ഏറ്റുവാങ്ങിയത്. മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ, MA ബേബി, MV ഗോവിന്ദൻ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. മൃതദേഹം ഉടൻ ജന്മനാടായ പത്തനംതിട്ട പുല്ലാടേക്ക് മാറ്റും.
രാവിലെ 10 മുതൽ പത്തനംതിട്ട പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് മൃതദേഹം വെച്ചിരിക്കും. വൈകിട്ട് 4:30 വീട്ടുവളപ്പിൽ വെച്ചാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രി VN വാസവൻ അന്തിമോപചാരം അർപ്പിക്കും. രഞ്ജിതയോടുള്ള ആദര സൂചകമായി മൃതദേഹം പുല്ലാട്ടെത്തുമ്പോൾ വ്യാപാരികൾ 1 മണിക്കൂർ കടകൾ അടച്ചിടും. അത്തരത്തിലൊരു തീരുമാനവും കൈക്കൊണ്ടിട്ടുണ്ട്. പൊതുദർശനം നടക്കുന്ന സ്കൂളിന് പുറമെ ഗതാഗത തടസ്സമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കണക്കിലെടുത്ത് പുല്ലാട് വടക്കേക്കവല മോഡൽ UP സ്കൂളിന് കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് മൃതദേഹം DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞത്. നമുക്കറിയാം, അഹമ്മദാബാദ് വിമാന അപകടം നടന്ന ദിവസം തന്നെ അതിലൊരു മലയാളി ഉണ്ടായിരുന്നു എന്ന വിവരം പുറത്തു വന്നിരുന്നു. രഞ്ജിതയുടെ വിവരങ്ങൾ അടക്കം പുറത്തു വന്നിരുന്നു. പിന്നീടുണ്ടായിരുന്ന കടമ്പ മൃതദേഹം തിരിച്ചറിയുക എന്നതായിരുന്നു. മൃതദേഹം DNA പരിശോധനയിലൂടെയാണ് തിരിച്ചറിഞ്ഞത്. മൃതദേഹം ഏറ്റുവാങ്ങാനായി രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിൽ എത്തിയിരുന്നു. അമ്മയുടെ DNA സാമ്പിൾ ശേഖരിച്ച് നടത്തിയ പരിശോധനയിലാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയാൻ സാധിച്ചത്. കേരളത്തിൽ സർക്കാർ ജോലിയിലേക്ക് മടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് രഞ്ജിത വിമാന അപകടത്തിൽപ്പെട്ടത്. 8 മാസമായി ബ്രിട്ടനിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു രഞ്ജിത. കേരളത്തിലെ സർക്കാർ ജോലിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രഞ്ജിത നാട്ടിലെത്തിയത്. ജൂലൈയിൽ ജോലിയിൽ കയറാനായിരുന്നു രഞ്ജിത തയ്യാറെടുത്തിരുന്നത്. ജോലി സ്ഥലത്ത് നിന്നുള്ള വിടുതൽ പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കി മടങ്ങുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ യാത്രയാണ് ദുരന്തത്തിൽ കലാശിച്ചത്. പന്തളത്ത് നഴ്സിംഗിൽ ബിരുദം നേടിയ ശേഷം രഞ്ജിത ഗുജറാത്തിലെ ആശുപത്രിയിലാണ് നഴ്സിംഗ് ജോലി തുടങ്ങിയത്. ഗോപകുമാരൻ തുളസി ദമ്പതികളുടെ ഇളയ മകളാണ് രഞ്ജിത. പന്തളത്ത് നഴ്സിംഗിൽ ബിരുദം നേടിയ ശേഷം രഞ്ജിത ഗുജറാത്തിലെ ആശുപത്രിയിൽ നഴ്സിംഗ് ജോലി തുടങ്ങി. അവിടെ നിന്ന് ഒമാനിലേക്ക് പോയി. ഒമാനിൽ നിന്നാണ് ബ്രിട്ടനിലേക്ക് ജോലി മാറുന്നത്. 5 വർഷം മുമ്പ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ സർക്കാർ ജോലി നേടി. ദീർഘകാല അവധിയെടുത്താണ് വിദേശത്തേക്ക് പോയത്. അമ്മ തുളസി, കുട്ടികളായ ഇന്ദുചൂടൻ, ഇതിക എന്നീ മക്കളാണ് വീട്ടിൽ രഞ്ജിതയ്ക്കുള്ളത്. മകൻ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മകൾ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അഹമ്മദാബാദ് വിമാന അപകടം ഏവർക്കും വലിയ ഒരു നടുക്കം തന്നെയാണ് സൃഷ്ടിച്ചത്. ഇതിന് പിന്നാലെയാണ് നമ്മുടെ കേരളത്തിനും ദുഃഖിക്കാൻ ഒരു കാരണമുണ്ട് എന്നതടക്കം. അതായത് ഒരു മലയാളി കൂടി ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു. മലയാളിയും കൊല്ലപ്പെട്ടു എന്ന വാർത്തയൊക്കെ കേരളം വളരെ വേദനയോടെയാണ് അറിഞ്ഞത്. എന്തായാലും ആ ഒരു വിമാന അപകടം എത്ര ജീവനുകളാണ് നഷ്ടമായത്, എത്ര ആൾക്കാർക്കാണ് അവരുടെ ഉറ്റവരെ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ മൃതദേഹങ്ങൾ ഓരോന്നായി തിരിച്ചറിയുകയും മാത്രമല്ല ആ മൃതദേഹം ഉറ്റവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന നടപടിക്രമങ്ങൾ അടക്കം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു, അത് ഉറ്റവർക്ക് വിട്ടു നൽകിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.